ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടിന്റെ പാരിസ്ഥിതിക പ്രത്യേകതകൾ പരിഗണിച്ച് പക്ഷിപ്പനി നിരീക്ഷണത്തിനായി പ്രത്യേക കർമ്മ പദ്ധതി ആവശ്യമാണോ എന്ന് പരിശോധിക്കുമെന്ന് കേന്ദ്ര സംഘം ഉൾപ്പെട്ട പക്ഷിപ്പനി അവലോകന യോഗം. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രോഗപ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കേന്ദ്ര സംഘം ജില്ലയിലെത്തിയതും ഉന്നതതല യോഗം ചേർന്നതും. രോഗലക്ഷണങ്ങൾ കാണുമ്പോൾ മാത്രമല്ലാതെ മുഴുവൻ സമയ നിരീക്ഷണ സംവിധാനം കൂടുതൽ ഊർജിതമാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. പക്ഷിപ്പനി ഇടയ്ക്കിടെ പ്രത്യക്ഷപ്പെടാറുള്ള ആലപ്പുഴ ജില്ലയിൽ കുട്ടനാടിന്റെ പാരിസ്ഥിതിക പ്രത്യേകതകൾ കൂടി പരിഗണിച്ച് പക്ഷിപ്പനി നിരീക്ഷണത്തിനായി പ്രത്യേക കർമ്മ പദ്ധതി ആവശ്യമാണോ എന്നത് പരിശോധിക്കുവാൻ കേന്ദ്ര സംഘം ഉൾപ്പെട്ട പക്ഷിപ്പനി അവലോകന യോഗം തീരുമാനിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് രോഗപ്രതിരോധ നിരീക്ഷണ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് കേന്ദ്ര സംഘം ജില്ലയിലെത്തിയത്. രോഗലക്ഷണം കാണുമ്പോൾ മാത്രമല്ലാതെ മുഴുവൻ സമയ നിരീക്ഷണ സംവിധാനം കൂടുതൽ ഊർജിതമാക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. ജില്ലയിലെ പക്ഷിപ്പനി നിരീക്ഷണ സംവിധാനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ എന്നിവ യോഗം വിലയിരുത്തി. കേന്ദ്ര മൃഗസംരക്ഷണ മന്ത്രാലയം കമ്മീഷണർ ഡോക്ടർ അഭിജിത് മിത്രയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ജില്ലയിലെത്തിയത്. ഭോപ്പാലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സി ടോഷ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വെറ്റിനറി എപ്പിഡമോളജി ആൻഡ് ഡിസീസ് ഇൻഫോർമാറ്റിക്സ് പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ മുദസർ ചന്ദ, കേന്ദ്ര മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ ഡോക്ടർ അതിരാജ് മിശ്ര എന്നിവരടങ്ങുന്നതാണ് സംഘം. യോഗത്തിൽ സംസ്ഥാന വെറ്റിനറി കൗൺസിൽ ഡയറക്ടർ ഡോക്ടർ എ കൗശികൻ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സുരേഷ് പണിക്കർ, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ രാജീവ്, ജില്ലാ എപ്പിഡമോളജിസ്റ്റ് ഡോക്ടർ വൈശാഖ് മോഹൻ, ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ എസ് എൻ ജീന, മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. And we will be having a pandemic fund project for which we have got $25 million. There is a program called Ishabhet in service training. We will separately discuss that. We will pick up some more people. Surveillance, I think we have discussed in a greater detail that knowingly, unknowingly, willingly, unwillingly, intentionally, unintentionally, we are not being doing the surveillance during the peace time. We are only doing the surveillance during the outbreak situation, which actually didn't allow us to catch the virus or disease as an early warning symptom. So we caught off guard when there was already outbreak has been there. So that is one situation. So if you have to, and what we should do now for the time being, for next 6 months, whether we should increase our surveillance mechanism or intensify our surveillance mechanism, should we collect the samples from each and every healthy herd or healthy flock as well, and if it is so, if the answer is yes, what would be the sampling plan, how much sample to be taken, who will take what, that would be the important question. Next question is, as we know from our previous study, that wild birds as well as wetland birds or domestic wetland birds, they can be a carrier, they can have harbor the virus. So two information we require. We have been discussing with Dr. Tosh for several point of time that we don't have the data on migratory birds or wild birds. Since we don't have, we don't have a sampling plan. So we loosely wrote that sufficient sample to be collected. Sufficient is a word which is a relative word. 2 may be sufficient to me, 200 may not be sufficient to you. It all depends on where we are, and you have used a very nice word, mood. It depends on the mood of the epidemiologist or veterinary officer whether you will collect 2 or 20. പക്ഷിപ്പനി ആവർത്തിക്കുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഊർജിതമാക്കേണ്ടതുണ്ടെന്ന് യോഗം വിലയിരുത്തി. വൈറസിന്റെ ഉറവിടം കണ്ടെത്തുകയാണ് ഇതിൽ പ്രധാനം. ഇതിനായി ദേശാടന പക്ഷികൾ, തണ്ണീർത്തട പക്ഷികൾ എന്നിവയിൽ നിന്നും കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ടെന്നും വിദഗ്ധർ പറഞ്ഞു. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന വളർത്തുപക്ഷികളെയും നിരീക്ഷിക്കണമെന്ന് യോഗം വിലയിരുത്തി. കുട്ടനാട്ടിലെ താറാവ് വളർത്തു രീതി മനസ്സിലാക്കാൻ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിലെ താറാവ് വളർത്തു കേന്ദ്രത്തിൽ സംഘം സന്ദർശനം നടത്തുകയും ചെയ്തു. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.